ഹലോ ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ. എന്തെല്ലാമാണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ള എന്താ അറിയാം, നമ്മുടെ ഐക്യയിൽ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസും കുറച്ച് ഐക്യയിലെ സാധനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതും അത് കൂടാണ്ട് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാംഗോ വെച്ചിട്ടുള്ള ഒരു മാംഗോ സാഗോൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. യൂസ്ഫുള്ളായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് കേട്ടോ. നോക്കുപ്പാ, നമ്മളെ ചാനലും കൂടി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മെയിൻ്റ് ആക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്തൊക്കെയാണ് അതിന് വേണ്ടതൊക്കെ ഉള്ളത് അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാ, ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം. ഓക്കെ. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് പോകുന്നതില്ലേ പിന്നെ അൽവാദ മാളിലുള്ള ഐക്യയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഐക്യൻ്റെ സാധനങ്ങൾ ഞാൻ പണ്ട് മുതലേ എൻ്റെ വ്ളോഗ് കാണുന്നുണ്ടെങ്കിലും എൻ്റെ കിച്ചൺ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും, ഭൂരിഭാഗം സാധനങ്ങൾ ഞാൻ ഐക്യയിൽ നിന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്യാറുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസും പിന്നെ കുറച്ച് നോർമൽ ഐറ്റംസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പം പിന്നെ ഐക്യ എന്ന് പറയുന്നത് വളരെ നോർമലായല്ലോ നമ്മുടെ നാട്ടിൽ. ഹൈദരാബാദിലും ഐക്യ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഐക്യ കിച്ചണിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ആ ഒരു സെറ്റിങ്സിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ നോക്കിയിട്ട് കുറേ സാധനങ്ങളൊക്കെ എൻ്റെ കിച്ചണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, റിനോവേഷൻ ചെയ്തപ്പോഴും. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 ഇതുപോലുള്ള പിന്നെ സംഭവങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിനി. എന്തിനാണെന്നറിയാം, നാട്ടിൽ നമ്മളെ ഈ ചെടികളില്ലേ, അത് ഇതിൽ വെള്ളം നിറച്ചിട്ട് ചെടികൾ മുറിച്ചിട്ട് മണി പ്ലാന്റും കാര്യങ്ങളെല്ലാം മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പിന്നെ നമ്മളെ ആ ഒരു 4 വിൻഡോ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചത് ഈ ഒരു ബൗൾ വാങ്ങിയിട്ടാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നിങ്ങൾ കണ്ടത് ആ ലിക്വിഡൊക്കെ ഒഴിച്ച് വെക്കുന്ന സാധനം, അത് നമ്മൾ ലക്സ് ലിക്വിഡ് ആയാലും നമ്മൾ നോർമൽ ഹാൻഡ് വാഷൊക്കെ ആണെങ്കിൽ നമ്മൾ പൊളിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് നമ്മളെ ബേസിൻ്റെ എല്ലാം അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ടും. അതെല്ലാം നല്ല കട്ടിയുണ്ട്, നല്ല യൂസ്ഫുള്ളാണ്. റേറ്റ് 4 ദിറംസാണ്. ഈ വീഡിയോ എടുക്കുമ്പോൾ ഇല്ല റേറ്റാണ് കേട്ടോ കാണുന്നത്. ഇപ്പോൾ ഇനി മാറിയിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് ഞാൻ വാങ്ങാറുള്ളതാണ്. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രഷ്, പിന്നെ ഇതൊക്കെ പണ്ട് മുതലേ സ്ഥിരമായിട്ട് ഐക്യയിൽ പോകുമ്പം വാങ്ങി വെക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ഗ്ലാസ്, പ്ലേറ്റ്, സ്പൂണ്, പിന്നെ ഇതിൻ്റെ തന്നെ ചെറിയൊരു ബൗളുണ്ട്. അത് നമുക്ക് ഈ ചോക്ലേറ്റിൽ മെൽറ്റ് ചെയ്യൂലേ ഓവനിൽ വെച്ചിട്ട്, എന്നാലും ഭയങ്കര യൂസ്ഫുള്ളാണ് ആ ഒരു സംഭവം. പിന്നെന്തോ ഞാൻ പറയാൻ വിചാരിച്ചിട്ടല്ല, എന്താണ് പിന്നെ ആ ഗ്ലാസ് ഇല്ലേ, അത് നമ്മൾ കുറച്ച് 2 പേർക്കെല്ലാം ബിരിയാണിയിൽ വെക്കുമ്പോൾ, ബിരിയാണിയല്ല നെയ്ച്ചോറ് വെക്കുമ്പം ആ ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ വെക്കൽ കേട്ടോ. ഒരു ഗ്ലാസ് ആയിരിക്കും 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ളതിൽ ആ ഒരു ഗ്ലാസിൻ്റെ അളവാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ വളരെ മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ, ഇപ്പോഴൊന്നല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയിട്ട് എൻ്റെ വീട്ടിലെ പാർട്ടി വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ മേശൻ്റെ മേൽ വെക്കുകയാണെങ്കിലും സലാഡും അതുപോലെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ മിക്സ് ആക്കിയിട്ടും, പിന്നെ അത് കൂടാണ്ട് നമ്മൾ മാവിന് കുഴച്ച് വെക്കുമ്പോൾ വീഡിയോക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല രസമാണ് റൈസ് ചെയ്ത് വരുന്നത് കാണാനെല്ലാം. പിന്നെ ആ ഒരു യെല്ലോ ഇതില്ലേ എന്താണ് കണ്ടെയ്നർ, അത് വളരെ 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 യൂസ്ഫുള്ളാണ്. നമ്മൾ ക്രീമിലും ബാക്കിയുള്ള സമയത്ത് എനിക്ക് അതിൻ്റെ ഒരു 4 സെറ്റൊക്കെ ഉണ്ട്. ഭയങ്കര എപ്പം പോയാലും അവിടെ പോയിട്ട് അത് കണ്ടെയ്നറിൽ എടുത്തിട്ട് അങ്ങനെ ഇടും. പിന്നെ ഇപ്പം കണ്ട ഒരു കട്ടിംഗ് ബോർഡ്, അതാണ് ഞാൻ പിസ്ത കേക്കെല്ലാം ഉണ്ടാക്കുമ്പം എനിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, നല്ല ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതും അധികം വെയിറ്റ് ഇല്ലാത്തതുമായ ഒരു കട്ടിംഗ് ബോർഡാണത്. അതും നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2-3 വാങ്ങിയിട്ടുണ്ട് അതിന്. പിന്നെ 3 ദിറംസിന് ആ ഒരു പ്ലേറ്റ് ഇല്ലേ, അതും നല്ല വൈറ്റ് കളർ പ്ലേറ്റ് 3 ദിറംസാണ്. പക്ഷേ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴില്ലേ ഈ ഒരു വെയിറ്റ് കുറച്ച് പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഈ 30 കിലോയിൽ അലൗഡ് ആകുമ്പം അതിന് കണക്കായിട്ട് നമ്മൾ സാധനം, പിന്നെ വെയിറ്റ് ഉള്ളവർക്ക് കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മൈൻഡിൽ വെക്കാം. പിന്നെ ഈ ഒരു ക്ലോക്കില്ലേ 7 ദിറംസ്, ഇത് പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഇതിൽ അത്യാവശ്യം കുറച്ച് കാലം തന്നെ നമ്മളെല്ലാം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ വാങ്ങിയിട്ട്. പിന്നെ ഇതിനെല്ലാം കുറച്ച് റേറ്റ് ഉണ്ടാവും, നിങ്ങൾ കാണുന്നില്ലേ 25 ദിറംസ്. പക്ഷേ ഇതെല്ലാം ഇല്ലേ ലൈഫ് ടൈമായിട്ട് തന്നെ കിട്ടുമെന്ന് പറയാം. നമ്മളിപ്പം വീട്ടിലെല്ലാം ഏകദേശം ഒരുപാട് വർഷമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇപ്പോൾ പാത്രം വെക്കുന്നതും പിന്നെ ഈ ഒരു സ്റ്റീല്, ഈ ഹൂക്ക്, ഈ സംഭവങ്ങളിലില്ലേ ഒന്നും ഇതുവരെ ആയിട്ടില്ല. നമ്മളത് പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരാം. ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. എത്രയോ വർഷമായി എൻ്റെ വീട്ടിൽ അത് പാത്രം വെക്കുന്നതിനും ഒരു തരി പോലും തുരുമ്പ് വരെ പിടിച്ചിട്ടില്ല. സാധാരണ നമ്മൾ പിന്നെ സ്റ്റീലിൻ്റെത് വാങ്ങിയാലും ചിലത് തുരുമ്പ് പിടിക്കാറില്ലേ, ഇതങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇതുവരെ. ഇന്ന് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് വരെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ റേറ്റ് കൊടുത്താൽ വേർത്താണ്. പിന്നെ ഈ ഒരു കോഫീൻ്റെ കുടിക്കുന്ന അതിൻ്റെ കുറച്ച് ഇത് കാണുന്നില്ല കപ്പ്, അപ്പോൾ അതെല്ലാം ഈ ഡിഫറെൻറ്റ് കളേഴ്സിലെല്ലാം
പിന്നെ എനിക്ക് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അതിങ്ങനെ കാണാനൊരു ഇഷ്ടമാണ്. കാണാനും നിങ്ങളെ കാണിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതിൻ്റെ പാത്രങ്ങളായാലും ചെടികളായാലും വീട്ടിലെ ഭംഗിയായാലും ഷെയർ ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ യൂട്യൂബ് ചാനലിലേക്ക് കൂടി നമ്മളെ കാര്യങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പം ഇതിനോട് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും നിങ്ങൾക്കും സന്തോഷം കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് നമ്മൾ പറയുമ്പം കുറേ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ എന്തൊക്കെ വാങ്ങണം എന്നുള്ളത്. ഇതൊക്കെ നല്ല ഫൈബറിൻ്റെ ക്ലോത്താണ് കേട്ടോ. പക്ഷെ ഞാനത് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു സ്പൂണൊക്കെ ഇട്ട് വെക്കുന്ന സാധനം. 7 dirhams വരുന്നത്. ഇതിപ്പോൾ കോമണായി എല്ലാ വീട്ടിലും നമ്മൾ അധികം കാണാറുണ്ട്. ഇതിൻ്റെ ചെറിയ സൈസും ഉണ്ട്, വലിയ സൈസും ഉണ്ട്. ഇതാണ് വലിയ സൈസ്. നമ്മളെ ബേക്കിംഗ് കിച്ചൺ ഇല്ലേ നാട്ടിലെ, അതിൽ നമ്മുടെ സ്പാറ്റിലയും കാര്യങ്ങളൊക്കെ അതിലാണ് ഇട്ട് വെക്കാറുള്ളത്. അത് വളരെ യൂസ്ഫുള്ളാണ്. അതിന് റേറ്റും ഉണ്ട്, പക്ഷേ അത് ഒരു പ്രശ്നമില്ല കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. കണ്ണടച്ചിട്ട് തന്നെ വാങ്ങിക്കുക. പിന്നെ ഇത് സ്പൂണൊക്കെ ഇടുന്നത്, ഇത് ഞാൻ ഇവിടുത്തെ അബുദാബിയിൽ നമ്മളെ റൂമിൽ പിന്നെ സ്പൂണെല്ലാം ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ട് ഏകദേശം കുറച്ച് വർഷങ്ങൾ തന്നെ ആയി. നല്ല ക്വാളിറ്റിയിലെ സാധനമാണ്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് അത്രയും ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റി ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ ഇതാ ഈ ഒരു തട്ട് കണ്ട്, ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതുപോലെ തട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഇതാ ലെഗ് കാണാണ്ടായിപ്പോയി. അപ്പോൾ ഞാൻ ഇവിടുന്ന് 2-3 ലെഗ് എക്സ്ട്രാ വാങ്ങിയെന്ന്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഒരു മണി പ്ലാന്റിൽ ഒരു സ്ഥലത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു തട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നോർമൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞതാണ് കേട്ടോ തട്ട് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ തട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഈ ഐക്കിന്ന് വാങ്ങിയിട്ട് ഇതിൽ നമ്മൾ ലഗേജിൽ വെക്കാൻ പറ്റും കേട്ടോ. ചെറിയ ചെറിയ തട്ടുകളാണെന്ന് വെച്ചാൽ ഒരു ഫ്ലവറിൽ ഇങ്ങനെ തൂക്കിയിടുമ്പോൾ എല്ലാവരും രസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കാല് കാണാത്തതുകൊണ്ടില്ലേ ഞാനിപ്പം വീണ്ടും അതാണെന്ന് വാങ്ങിയിട്ടാണ് ഉള്ളത്. പിന്നെ ഇതാ നമ്മൾ പിന്നെ ബില്ല് പേ ചെയ്യാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരിങ്ങനെ കുറേ സാധനം വെക്കും, ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് എന്നില്ലേൽ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മളിങ്ങനെ പോവുമല്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു സംഭവം എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. പ്രത്യേകിച്ച് പിന്നെ മാംഗോ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിലാണ് ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്യാറുള്ളത്. അതുപോലെ സ്റ്റോറേജിനും നല്ലതാണ്. പിന്നെ നമ്മുടെ ഈ ഐക്യൻ്റെ ഒരു എന്താ പറയുക ഒരു കയ്യിലുണ്ട്, അത് ഇപ്പം കിട്ടാനില്ല. ഇപ്പം ഈ കാണിച്ചതില്ല, അതിൻ്റെ വലുതാണ്. ആ ചെറുത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ അതിപ്പോൾ വരാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്നത് ഇവർക്ക് ഈ ഐക്യൻ്റെ ആൾക്കാർക്ക് മെസ്സേജ് അയക്കണം. ഒരുപാട് വീട്ടമ്മമാർ ഇത് ചോദിക്കലുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായ ഏതാ ഞാൻ ഉദ്ദേശിക്കുന്നത്? ഒരു ചെറിയൊരു കാര്യം. അതിപ്പം എൻ്റെ ഇവിടെ ഒന്നുണ്ട്, നാട്ടിലൊന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൊണ്ട് ഇങ്ങനെ ഒപ്പിച്ച് പോയത്. അതിങ്ങനെ ഒന്ന് വീണ്ടും വന്നിനെങ്കിലും വിചാരിക്കുന്നു. അത് പക്ഷെ വരുന്നില്ല, അതിൻ്റെ വലുതാണ് വരുന്നത്. അല്ല നല്ല യൂസ്ഫുൾ അല്ലേ? നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമൻസിലാക്കി കേട്ടോ അറിയിക്കാം. പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കണ്ട സാധനങ്ങളിൽ ഞാനിങ്ങനെ സംസാരിച്ച് പോവേന്നേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാധനങ്ങൾ നോക്കിക്കോട്ടോ. കുറേയെല്ലാം പുതിയ സാധനങ്ങൾ കാണിച്ചിരുന്നുണ്ട്, കുറേയെല്ലാം ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഇതാ ഈ വുഡൻ്റെ ചെറിയ ഒരു ഇതില്ലേ എന്താണ് പറയുക കട്ടിംഗ് ബോർഡ്, അത് ഞാൻ നാട്ടിൽ വാങ്ങിയിട്ടുണ്ട്, എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇത് വരുന്നത് നമ്മൾ എഗ്ഗ് സ്ലൈസ് ചെയ്യുന്നതാണ്. ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ സാൻഡ്വിച്ചെല്ലാം ആക്കുമ്പോൾ ഒരു എഗ്ഗ് ബോയിൽ ചെയ്ത എഗ്ഗ് ഇതിൻ്റെ നടുവിൽ വെച്ചിട്ട് അതിങ്ങനെ താഴോട്ട് വെച്ച് കൊടുത്തിട്ടാണ് ചെറിയ സ്ലൈസായിട്ട് വരും. എന്നിട്ട് നമുക്ക് സമൂൻ്റെ ഉള്ളിലെല്ലാം ആ ഒരു എഗ്ഗ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ കുരുമുളക് പൊടിയും മയോണീസൊക്കെ വെച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചടപടാന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി തീർക്കാം ആ ഒരു സാധനം കൊണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ലെച്ചൂസ് ലീവ്സൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ വരുന്നത് ആ ഒരു കത്രിക, അതും നമ്മൾ 3 ഉള്ളത് വാങ്ങാറുണ്ട്. അത് നല്ല യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പൊതിയലിട്ട് കൊടുക്കൂലേ, അന്നേരം ഭയങ്കര യൂസ്ഫുള്ളാണ് കത്രിക. നോട്ട് ദ പോയിന്റ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ക്ലിപ്പ്, അതും പിന്നെ നമ്മൾ ബാക്കിയില്ല ഇപ്പം ആട്ട അതുപോലെ തന്നെ ഉപ്മാവിൻ്റെത് അതിൻ്റെ പാക്കറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് എല്ലാം നമ്മൾ ബോട്ടിലിടുന്നതിന് പകരം ഈ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളത് ആ പാക്കറ്റോടെ നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റ് ആണ്, നല്ല സേഫുമാണ്. ഓക്കെ, അപ്പോൾ അത് ആഗ്രഹമുള്ളവർ അത് വാങ്ങിക്കാൻ. അതൊക്കെ ഇപ്പം കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നു നാട്ടിലെല്ലാം ആമസോണിലെല്ലാം ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ വന്നപ്പം ഞാൻ കണ്ടപ്പം പിന്നെ നിങ്ങളോട് ഷെയർ ചെയ്യണമല്ലോ അത്. പിന്നെ ഇതാ കാണുന്നത് നമ്മൾ പിന്നെ ഈ ഒരു കപ്പും സ്പൂണും എവിടെ പോയാലും ഒന്ന് എടുത്ത് നോക്കൂട്ടോ. ഇഷ്ടംപോലെ കയ്യിലുണ്ട്, എന്നാലും വീണ്ടും ബേക്കിങ്ങിൽ ഉള്ളതുകൊണ്ടില്ലേ ഇതിലൊന്ന് വെറുതെ പിടിച്ച് നോക്കും. ഇങ്ങനത്തെ ഒരു 2-3 കളേഴ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി മതി. എന്നിട്ട് ഓവറായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണല്ലോ. വെച്ചാൽ നമ്മൾ ഈ ആഗ്രഹിക്കുന്ന വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് ചെയ്യാനും പൈസ വേണം, നമുക്കത് വാങ്ങാനും പൈസ വേണം. വെറുതെ പിന്നെ അത് മൂലക്കിടുമ്പോൾ അതും ഒരു ടെൻഷനാണ്.
അപ്പം ചില സമയത്ത് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്തേ പറ്റൂലേ. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഈ ഷോപ്പിങ്ങിലും പോയി കഴിഞ്ഞാൽ അങ്ങനൊരു സംഭവം ഉണ്ടല്ലോ. പിന്നെ നേരത്തെ കണ്ട ചെറിയ ടേബിൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മൾ പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ സൂക്ഷിക്കുക, അതിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. 7 dirhamsനും വേർത്ത് തന്നെയാണ്. വാങ്ങിയിട്ട് നമ്മളെ കിച്ചൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഇതിന് കുറച്ച് മുൻപേയുള്ള സാധനങ്ങളാണ്. നിങ്ങളെ വീഡിയോസൊക്കെ നേരത്തെ വേറെ ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞുങ്ങളെ. അപ്പോൾ അവളെ ഇത് വാങ്ങിയിട്ട് പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി വലുതാണ് ഇഷ്ടം. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ പറഞ്ഞില്ല, എപ്പം പോയി കഴിഞ്ഞാൽ ഞാനിത് വാങ്ങും. നമ്മളിപ്പം ഫ്രിഡ്ജിൻ്റെ അകത്ത് ലോങ് ആയിട്ട് മസാലയൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ക്രീമെല്ലാം ബാക്കി ഉണ്ടാവും. എപ്പോഴും നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും അധികമാണ്. അപ്പോൾ എന്താവും, അധികമായിട്ട് ക്രീം ബാക്കി വരും. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ബോക്സ് തന്നെയാണ് സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ നമ്മളെ കളർ കൊടുക്കുന്നതും. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് കാലുവേദന ആയതുകൊണ്ടില്ല, അങ്ങനെ കൂടുതൽ നിൽക്കാൻ പറ്റാത്ത നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ബേക്കിങ്ങിൽ നമ്മൾ നിന്നേലേ പറ്റൂലൂ. അപ്പോൾ ഒരുപാട് നിന്നുകൊണ്ടായിരിക്കും ഇപ്പം കാലിന് തീരെ നിൽക്കാനുള്ളൊരു ശക്തി ഇല്ലാത്ത പോലെ. ഇൻഷാല്ല എന്തായാലും. പക്ഷെ നമ്മൾ ആ ഒരു പാഷനും വിടാനും പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാം ചെയ്യാൻ. കുക്കിംഗ് ആയാലും ബേക്കിംഗ് ആയാലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര, ഞാൻ റിലാക്സ് ചെയ്യുന്നതുമാണ്, എനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. ഇത് കേക്കെല്ലാം ഇങ്ങനെ ആയിട്ടില്ലേ, ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ ആയി ഇതിൽ ചെയ്തിട്ട്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ സങ്കടവും വരും സന്തോഷം വരും. ഇപ്പം ചെയ്യാൻ പറ്റാത്തതിൽ സങ്കടമുണ്ട്. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം കേട്ടോ, ഒന്ന് സുഖമായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇൻഷാല്ല ആരെങ്കിലും ഒരാളെ പ്രാർത്ഥന അല്ല സ്വീകരിച്ചാൽ അതന്നെ മതിയില്ലേ അല്ലേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേയ്മാനം എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഏതായാലും നാട്ടിലെത്തിയിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ച് നോക്കട്ടെ. നല്ല ഡോക്ടേഴ്സിലുണ്ടെങ്കിൽ അതും ഒന്ന് കമൻസിൽ അറിയിക്കട്ടാ. ഈ എല്ലിൻ്റെത് നമുക്കെന്താ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വേദന കണ്ടിന്യൂ നിൽക്കുമ്പം പിന്നെ റെസ്റ്റ് എടുത്തതിന് കുറച്ച് പോവും. പിന്നെയും കണ്ടിന്യൂ നിൽക്കുമ്പം വീണ്ടും ആ ഒരു പെയിൻ വരുമ്പം നമുക്ക് ശരീരത്തിനൊരു വേദന വരുമ്പം മൊത്തത്തിൽ നമ്മളെ പുറത്ത് വരുന്ന സംഗതികൾ കുറവായിരിക്കുമല്ലോ. നമുക്കൊരു ആവേശമോ ഒരു സന്തോഷമൊന്നും കിട്ടൂലല്ലോ അങ്ങനെ. പക്ഷെ എന്നാലും ചിന്തിക്കും, നമുക്കെല്ലാം എത്രയോ കഷ്ടപ്പെടുന്ന ആൾക്കാർ വേറെയും ഇല്ലേ, ഇതൊക്കെ വേദന സഹിച്ചിട്ടുള്ള ആൾക്കാർ എത്ര റിക്കവറി ചെയ്തിട്ട് എന്തെല്ലാം ചെയ്യുന്നില്ലേ. അങ്ങനെല്ലാം കാണുമ്പം വിചാരിക്കും അൽഹംദുലില്ലാ നമുക്ക് ഇത്രയല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. അങ്ങനെയും സമാധാനിക്കാറുണ്ട് കേട്ടോ. പല കാര്യങ്ങളും അങ്ങനെ ചിന്തിച്ചിട്ട് സമാധാനിക്കാറുണ്ട്. എന്നാലും വേദന അല്ലാണ്ട് ആവില്ല, ചെറുതായാലും വലുത്. ഇവനൊരു പല്ലുവേദന വരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആ വേദന അല്ല, പല്ലുവേദന വന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റൂലല്ലോ. വേദനകൾ എപ്പോൾ ഒരു വേദനയാണ്. നമുക്ക് എല്ലാവർക്കും ആരോഗ്യം തരട്ടെ അല്ലേ. നിങ്ങളുടെ പ്രാർത്ഥന എന്നെ ഉൾപ്പെടുത്തണേ. അപ്പോൾ ഇനി ഞാൻ കാണിച്ചിരുന്ന എന്താ അറിയുക, ഈ ഒരു പാത്രം കഴുകിയിട്ട് നമ്മളില്ല വെള്ളമില്ലേ, നമ്മളിപ്പോൾ ഈ ഒരു ടൈലിൻ്റെ മേലിൽ വെച്ചാൽ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമല്ലോ. പക്ഷെ അതിൻ്റെ മേലിൽ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ വെള്ളം അബ്സോർബ് ചെയ്യും. എന്നിട്ട് അത് നമുക്ക് കഴുകിയിട്ട് ഹാങ് ചെയ്ത് വെക്കാം. ഓക്കെ, അങ്ങനത്തെ ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ ഈ ബേക്കിംഗ് കിച്ചണിലാണ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് അത് തോന്നിയിട്ടില്ലത്. ചില ബേസിൻ്റെ അടുത്ത് കുറച്ച് വെക്കുക, നമ്മളെപ്പോഴും കമിഴ്ത്തി വെച്ചിട്ട് വെള്ളം കളഞ്ഞിട്ടാണല്ലോ അകത്തേക്ക് വെക്കൽ. അപ്പോൾ ഇത് വാങ്ങിയ പിന്നെ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിനി. ഈ ബേക്കിങ്ങിൻ്റെ കിച്ചണിലില്ല, എനിക്കിപ്പം ഭയങ്കര മിസ് ചെയ്യുന്നു. ഞാനിപ്പോൾ ഇത് വീഡിയോ വോയിസ് ഓവർ കൊടുത്ത് അബുദാബിയിൽ നിന്നാണ്, കുറച്ച് കാലമായാലും ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ഈ ഒരു പ്ലേസും ഈ ഒരു വെളിച്ചവും ഈ ഒരു ചെടികളും ഒക്കെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കമത്തി വെച്ചിട്ട് ആ വെള്ളമെല്ലാം പിന്നെ കളഞ്ഞതിന് ശേഷമാണ് പാത്രങ്ങൾ എടുത്ത് വെക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് കണ്ടോ, ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഇത് ഞാനില്ലേ രണ്ടാമത് വാങ്ങാൻ പോയാൽ എനിക്ക് എവിടെ ഇത് കാണുന്നില്ല. ഇതിൻ്റെ ഉപകാരം എന്താണെന്നറിയാം, മെയിനായിട്ട് പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് ബാക്കി വരൂലേ, അതിനുള്ള കവറായിട്ടാണ് എനിക്കിത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. പക്ഷേ ഞാനിത് വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ, വേറെ വീഡിയോയിൽ ഞാൻ കാണിച്ചതിനൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ ബ്ലൂ ആ മിൽക്ക് മെയ്ഡിന് കറക്റ്റാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ ജ്യൂസെല്ലാം ഉണ്ടാക്കിയത് വിചാരിക്കും, ജ്യൂസെല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്കിപ്പോൾ ഗ്ലാസ്സോടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കണം. അത് ഓപ്പൺ ആക്കുന്നതിന് പകരം ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ, സിലിക്കോണിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് കവർ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത ഈ ഒരു ഓറഞ്ച് കണ്ട, ഇതിൻ്റെ ബാക്കി ഇത് കുറച്ച് ലൂസായില്ലേ, ആ പിങ്ക് ആയിരിക്കും ഇതിന് മാച്ചാവാ. അല്ല കുഴപ്പമില്ല, താഴെല്ലാം കറക്റ്റ് തന്നെ. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതുപോലെ കക്കിരി, പിന്നെ ഞാൻ ജ്യൂസിങ്ങൊക്കെ കാണിച്ചിരുന്നുണ്ട്. ജ്യൂസ് ബാക്കി ഇപ്പം ആരെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നേരത്തെ ജ്യൂസ് അടിച്ച് ഗ്ലാസ്സിൽ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വെക്കാം. പക്ഷേ ഗ്ലാസ്സിലൊന്നും അങ്ങനെ വെക്കാൻ കഴിയില്ല അല്ലേ, ഇങ്ങനെ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഊർന്ന് താഴോട്ട് പോകുമല്ലോ. പിന്നെ സ്പൂണോടൊന്ന് കലക്കിയിട്ട് കുടിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ചില ആൾക്ക് നമുക്കെല്ലാം വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓൺ ദ സ്പോട്ടിൽ ചെയ്യണം. നേരത്തെ ആക്കി വെക്കുന്നതിനോടൊരു താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ്. ചൂടോടെ ഭക്ഷണം കഴിക്കുക,
ചൂടോടെ എന്നല്ല, ചൂടോടെ ഉണ്ടാക്കി ചൂടോടെ കഴിക്കുക. അത് രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ചൂടാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഇപ്പം നമ്മൾ സമയം ലാഭിക്കാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ജ്യൂസൊന്നും അങ്ങനെ നേരത്തെ അടിച്ചു വെക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം കക്കിരിയെല്ലാം മുറിച്ച് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്നത് ഇതുപോലെ കവർ ചെയ്തിട്ട് വെക്കുക. ഈസി അല്ലേ, നമുക്ക് വീണ്ടും ഇത് യൂസ് ചെയ്യാം. നമ്മളിപ്പം ക്ലീൻ ഫിലിം മോഡൊക്കെ റാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ എടുത്ത് കളയല്ലേ ചെയ്യുക. ഇതാകുമ്പോൾ നമുക്ക് കഴുകിയിട്ട് എത്രയോ പ്രാവശ്യം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിത് പറഞ്ഞ പോലെ ഞാൻ രണ്ടാമത് വാങ്ങാൻ പോകുമ്പോഴേക്ക് ഈ സംഭവം എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വലിയ ബൗളില്ലേ, നമ്മൾ മൈദ ഒക്കെ കുഴച്ച് വെക്കുന്ന, അതിനൊക്കെ പറ്റുന്ന വലിയത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ബാലൻസ് കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ അന്നേരം വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ വാങ്ങാൻ പോകുമ്പോഴേക്കും ആ സംഭവം കണ്ടിട്ടും ഉണ്ടായിട്ടില്ല. ഓക്കെ, പിന്നെ ഞാൻ ഈ കട്ടിംഗ് ബോർഡാണ് പറഞ്ഞത് അവിടുന്ന് വാങ്ങിയെന്നുള്ളത്. എനിക്ക് വീഡിയോ എടുക്കുമ്പം ഇങ്ങനെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇളനീർ കേക്ക് ഉണ്ടാക്കുമ്പം ഈ കട്ടിംഗ് ബോർഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇളനീർ മുറിക്കുന്നത് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ മേലിൽ ഈ ഒരു കട്ടിംഗ് ബോർഡ് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. പക്ഷേ മഴൻ്റെ സമയമാകുമ്പോഴില്ലേ ഒരു പൂപ്പൽ പോലെ പിടിക്കുന്നുണ്ട് നാട്ടിൽ. ഇവിടെയെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സംഭവമില്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോന്ന് അറിയില്ല, നമ്മളിപ്പം ജീരകമായാലും പിന്നെ നമ്മളെ സ്പൈസസിലില്ലേ, നാട്ടിൽ നമ്മൾ പുറത്ത് വെച്ച് കഴിയുമ്പോൾ മഴക്കാലമാകുമ്പോൾ അതിനെല്ലാം പൂപ്പൽ വരുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സാധനങ്ങൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമാവുന്നില്ല. ആ മണവും ഗുണവും ഒന്നിനൊരു വ്യത്യാസം വരുന്നില്ല അല്ലേ. അപ്പം ഈ ഒരു തണുപ്പും ഇതൊക്കെ നമ്മുടെ ഫുഡിനൊക്കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നോട്ട് ദ പോയിൻറ്റ്, മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് തോന്നിയതാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ നിങ്ങൾ കമൻറ്റിലല്ലേ എഴുത്. എന്തായാലും എൻ്റെ വീഡിയോസിൽ നിങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു 200 ആൾ കണ്ടാലും ഒരു 200 കമൻറ്റ് ഇല്ലെങ്കിൽ ഒരു 100 കമൻറ്റിലാകുമ്പം അത് കമൻറ്റ് ഇടുമ്പോൾ എന്താണെന്നറിയാം, അത് മറ്റുള്ളവരിലേക്ക് അത് പോവും. എന്നാലും എല്ലാവരും കണ്ടു കഴിയുമ്പോൾ അല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവും അല്ലേ. പറ്റുമെങ്കിൽ ചെയ്യട്ടോ, ഇല്ലെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ കിച്ചൺ ഇത് നിങ്ങൾ നോക്കിയേ, ഇതിൽ കുറച്ച് ഐറ്റംസ്, പുതിയ ഐറ്റംസ്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരും. ഡെൽമ മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഐക്യമുണ്ട്. ആ ഐക്യയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോയത്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത വീഡിയോ. ഫസ്റ്റൊക്കെ കണ്ടത് കുറച്ച് മുൻപേ എടുത്ത വീഡിയോസാണ്. ഓക്കെ, ഇത് ഇപ്രാവശ്യം ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇത് ആ പാത്രങ്ങളെല്ലാം എന്ത് രസമല്ലേ കാണാൻ. പക്ഷേ ഇപ്രാവശ്യം ഞാനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ, മതിയാക്കി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊരു അവസാനം കാണുന്നില്ല. ഇതിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കാൻ പണ്ടെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ ഒരു സാധനം ഇറങ്ങിയിട്ട് കുറേ കഴിഞ്ഞിട്ട് പുതിയ സാധനം ഇറങ്ങലില്ലോ, കറക്റ്റ് അല്ലേ? ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നമ്മളേക്ക് അത് പഴയതാകുന്നത് അല്ലേ, അടുത്ത മോഡൽ വരുന്നു. പക്ഷെ അതിന് കണക്കായിട്ട് നമ്മൾ വാങ്ങാനും വെക്കാനും നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ തന്നെ പറയാം. പിന്നെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടാവും, ഓവർ സാധനമാവും, പിന്നെ പ്ലേസ് ഉണ്ടാവില്ല, നമ്മളെ കയ്യിലുള്ള പൈസ പോകുന്ന വഴി മനസ്സിലാവില്ല, നമുക്കൊന്നും ബാക്കിയാവില്ല, അങ്ങനത്തെ എന്തെല്ലോ വരും. അപ്പം ആവശ്യമുള്ളത് നോക്കിയിട്ട് യുണീക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അടുത്ത് അൽഹംദുലില്ലാ അത്യാവശ്യമുള്ള കാര്യങ്ങളായി. പക്ഷെ എന്നാലും പുതിയ പുതിയ കുഞ്ഞു ഐറ്റംസ് കാണുമ്പോൾ അങ്ങനെ വാങ്ങി വെക്കും കേട്ടോ. ചെറിയ ഐറ്റംസ് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഫോട്ടോ എടുക്കേണ്ട ഫ്ലവർ, ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫ്ലവർ, ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതിങ്ങനെ ഇറങ്ങുമ്പം ചെറുങ്ങനെ ഒന്ന് കൺട്രോൾ വിടാറുണ്ട്. ഇതിൻ്റെ മേലും സൈഡും അതുപോലെ കിച്ചൻ്റെ വീഡിയോസിൽ നിങ്ങൾ കണ്ട പുതിയ കിച്ചണൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. പിന്നെ നല്ല പൈപ്പ് ഉണ്ടല്ലേ കാണാൻ, ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ തള്ളി നിൽക്കുന്നത്. ഇതൊരു ഐലൻഡ് കിച്ചൻ്റെ മോഡലാണല്ലേ വരുന്നത്. സെൻറ്ററിൽ ഇതും സൈഡിൽ എനിക്കിഷ്ടം ഇങ്ങനത്തെ കിച്ചൺ. ഇതാകുമ്പോഴില്ലേ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ ആവശ്യം വരില്ല. ഡൈനിങ് ടേബിൾ നമുക്ക് അവിടെ തന്നെ കൊടുക്കാമല്ലോ അല്ലേ, കിച്ചണിൽ തന്നെ. പിന്നെ ഇതൊക്കെ പുതിയ ഐറ്റംസാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കിക്കോ. ഇതിപ്പോൾ ഈ കിച്ചണിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്, അതിൻ്റെ പ്രൈസ് ഇതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ അങ്ങനെ നടന്ന് പോയിട്ട് ഓരോന്നായിട്ട് കളക്ട് ചെയ്യലാണ് കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ കോഡ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാലും അവരത് പറഞ്ഞുതരും എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. അങ്ങനെ കുറേ പൈപ്പും സിങ്കും എല്ലാം കണ്ട് എന്ത് രസമല്ലേ ഇവരിൽ കിച്ചൺ ഇങ്ങനെ അറേഞ്ച് ചെയ്തത് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ ശരിക്കും നമ്മളെ നാട്ടിൽ ചില സ്ഥല പരിമിതി ഉണ്ടാവില്ലേ. നമ്മളിപ്പം ഈ കിച്ചൺ ഇത്ര സ്ഥലത്തിൽ കിട്ടുന്നതുകൊണ്ട് ഇത്ര ഭംഗിയിൽ ചെയ്യാൻ പറ്റുന്നത്. ഇത് റോൾ ചെയ്യുന്ന സംഭവം പുതിയതെന്ന് വന്നത്. അപ്പോൾ ഏകദേശം നിങ്ങളെല്ലാം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടില്ലേ. ഇനിയിപ്പോൾ ഒരു ഡൈനിങ് ടേബിളിലും ക്രോക്കറി ഷെൽഫും പിന്നെ ഒരു കിച്ചൻ്റെ സ്പേസും. എന്ത് രസമല്ലേ ഇതെല്ലാം കൂടി ഒറ്റൊന്നിൽ കണക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കളറ് നല്ല രസമുണ്ടല്ലേ ഈ കബേർഡിൻ്റെല്ലാം എല്ലാം നല്ല യുണീക്കായിട്ടുള്ള കളറ്, വൈറ്റ്, ബ്ലാക്ക്. ഇതിപ്പോൾ ഏതാണ് ഇതിൻ്റെ കളറ് വരാം, നമ്മുടെ
സാഗോ അല്ല, ഈ ഗ്രീൻ എന്തോ പറയലുണ്ടല്ലോ, എന്താണ് ഈ ഗ്രീന് പറയാ, സേജെ ഗ്രീൻ അങ്ങനെ സംതിങ് ആണ്. കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ലാസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഞാൻ ഈ കളറ് ചെയ്തിട്ടുണ്ട് കേക്കിന്, സേജ് ഗ്രീനാന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ ഇതാ വരുന്നത് നമ്മുടെ എന്താണ് ബ്രെഡൊക്കെ വെക്കുന്ന സംഭവം ഉണ്ടല്ലോ, ബ്രെഡ് ബോക്സ്. അത് ഞാൻ നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിന് സെയിം സാധനം. അപ്പോൾ അത് പൊട്ടിയിട്ടും ഉണ്ടായിന് ഒരു സൈഡിൽ. അത് ശരിയാക്കണം അത്ര. എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, എൻ്റെ ഫേവറേറ്റ് സാധനം അത് ബ്രെഡ്. അതുപോലെ എന്തെങ്കിലും സാധനങ്ങളെല്ലാം ഒളിപ്പിച്ച് വെക്കാൻ, പിള്ളേരെ കാണാണ്ട് ഒളിപ്പിച്ച് വെക്കാനെല്ലാം പറ്റിയ നല്ല സാധനം. അപ്പോൾ എന്താ അതൊക്കെ കണ്ട്, പിന്നെ ഇതാ ഈ ഒരു കൗണ്ടർ ടോപ്പ്, വുഡൻ്റെ കൗണ്ടർ ടോപ്പും നല്ല രസമാണല്ലേ. പക്ഷെ നമ്മുടെ നാട്ടിലങ്ങനെ വുഡൻ്റെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ട് നമ്മളെവിടെ അങ്ങനെ കണ്ടിട്ടില്ല അല്ലേ. പിന്നെ വരുന്നത് ഇതാ കുറച്ച് ബെഡ്റൂമും കൂടി എടുക്കുന്നുണ്ട്. നല്ല വാൾപേപ്പറിലും സ്റ്റിക്ക് ചെയ്തിട്ട് നല്ല ഒരു രസമുണ്ടല്ലേ കാണാൻ ഈ കളർ കോമ്പിനേഷനിലും. അതുപോലെ കോർണറിലൊരു സോഫ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഞാൻ ആ ഒരു എന്താ പറയുക ഫ്ലവറില്ലേ, റോസ്, അതിൻ്റെ വേറെ രീതിയിലുള്ള ഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, ബേസിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഐക്യൻ്റെ വീഡിയോ പൂർത്തിയായി കഴിഞ്ഞ് ഇനി നമ്മളിതാ 2 മാങ്ങ വെച്ചിട്ടാണ് ഈ ഒരു മാംഗോ സാഗോ ചെയ്യുന്നത്. മാംഗോ നമ്മൾ മസ്കറ്റ് പോയ സമയത്ത് വരുന്ന സമയത്ത് അങ്ങനെ വാങ്ങിയിട്ട് ഏകദേശം എല്ലാം കഴിഞ്ഞ് 2 ബാക്കിയുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. 2 കപ്പ് മിൽക്കാണ് ഇതിനെടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ. ഓക്കെ, ഒന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരണേ. ആ സമയത്ത് എന്ത് ചെയ്യുകയാണെന്നറിയാം, നമ്മൾ 1 ടീസ്പൂൺ അളവിൽ കസ്റ്റർഡ് പൗഡറില്ലേ, അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതെടുത്തിട്ട് കുറച്ച് പാലിൽ കലക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഓക്കെ, കസ്റ്റേർഡും മാംഗോവും ഒക്കെ കൂടി വരുമ്പം. ഇനി നമുക്ക് ഓപ്ഷനിലാണ്, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഷുഗറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഏകദേശം വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മൾ തണിയാൻ വേണ്ടിയിട്ട് എന്ന് പറയും കേട്ടോ, തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ സാഗോ എന്ന് പറയുന്നത്. ഒരു 3 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വേണമെങ്കിൽ അങ്ങനെ ഇടാം. സാഗോ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. സാഗോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മളെ ചൊവ്വരിയില്ലേ, വേവിച്ചെടുക്കുക. കുറച്ച് അധികം തന്നെ ടൈം ഇതിന് വേണം കേട്ടോ. ഇത് ചെറിയ സാഗോ ആണ്, എന്നാലും ഇതിന് സമയം എടുക്കുന്നുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ അത് ഊറ്റിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ വെള്ള കളറിൽ എടുത്തു കഴിഞ്ഞാൽ അത് കടിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല, ഫുള്ളായിട്ട് കുക്കാവാത്ത പോലെ ഉണ്ടാവും. അതിനിടയിൽ നമ്മൾ കുറച്ച് കസ്കസ് കൂടി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു കപ്പ് ഇല്ലെങ്കിൽ 1/2 കപ്പ് മാംഗോ എടുത്തിട്ട് നമ്മളെ പാലില്ലേ, ചൂടാറാൻ വെച്ച പാലും കൂടിയിട്ട് ജ്യൂസിലിട്ട് അടിച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. രണ്ടും കൂടി മിക്സ് ആക്കാൻ, മനസ്സിലായാ? നേരത്തെ നമ്മൾ ചൂടാറാൻ വെച്ച പാലും 1/2 കപ്പ് മാംഗോയും കൂടി മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്രീം ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വേവിച്ച് വെച്ച ചൊവ്വരിയില്ലേ സാഗോ, അതും കുതിർത്തി വെച്ച കസ്കസും അതും കൂടി ഇട്ട് കൊടുക്കാൻ. പിന്നെ നമ്മൾ കട്ടാക്കി വെച്ച മാംഗോ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാൻ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ അനാറിൽ ഇതിലിടാം കേട്ടോ. നമ്മുടെ ബദാമൊക്കെ ഇടണം, എന്നാലതൊന്ന് കടിക്കാനൊരു രസം ഉണ്ടാവുക, കടിക്കുമ്പം ഒരു രസം ഉണ്ടാവും. ഇത് കഴിക്കുന്ന സമയത്ത് അനാറ്, അതുപോലെ തന്നെ ബദാം, പിസ്ത, കാഷ്യൂ, നട്ട്സ് ഓഫ് യുവർ ചോയ്സ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലോണം തണുപ്പിക്കാൻ. സംഗതി എത്ര പെട്ടെന്ന് റെഡിയായില്ലേ. നമുക്ക് മക്കൾക്കെല്ലാം ഈ മാംഗോയിലും കുറേ കിട്ടുന്ന സമയത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്കിപ്പോൾ മിൽക്ക് മെയ്ഡ് വാങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മിൽക്ക് മെയ്ഡിന് ആ ഒരു ടേസ്റ്റ് വേറെ തന്നെ അല്ലേ. ഓക്കെ, പിന്നെ നിങ്ങൾ ഇത് എടുക്കുന്ന സമയത്ത് നല്ല കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാല് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യുക, ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സേമിയ പായസലാക്കിയില്ല, അങ്ങനെ ലൂസാക്കി എടുക്കലില്ലേ, അതുപോലെ. അപ്പം അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച നമ്മുടെ മാംഗോ സാഗോ. അപ്പോൾ ഒരു ഗ്ലാസ് എനക്കും ഒരു ഗ്ലാസ് നിങ്ങൾക്കും വേണ്ടിയിട്ട് ഞാനിതാ സെർവ് ചെയ്ത് വെക്കുന്നുണ്ട്. മസ്റ്റ് ട്രൈ ആണ്, വളരെ ഈസിയാണ്. പിന്നെ നിങ്ങൾക്ക് സാഗോൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സബ്ജ സീഡില്ലേ അത് മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആക്കാവുന്നതാണ്. പിന്നെ ഇതിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ആപ്പിൾ വേണമെങ്കിൽ അതും ചെയ്യുക, അനാറ് വേണമെങ്കിൽ അതും ചെയ്യാം. പിന്നെ ഞാൻ അതിൻ്റെ കുറേ ചെയ്തതുകൊണ്ടാണ് ഇത് മാത്രം ചേർത്തത്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആ മാംഗോ പീസിലും കടിക്കുമ്പോൾ ഇല്ലേ, വാവ് അടിപൊളിയാണ് കേട്ടോ. ഞാനിത് പിന്നെ
ഞാൻ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഹസ്ബൻഡ് ഇത് മധുരത്തിൽ കഴിക്കുമല്ലോ. പക്ഷെ ഞാൻ മധുരത്തിലാക്കിയെന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയണമെങ്കിൽ മധുരത്തിൽ ചെയ്യണം. അപ്പോൾ മനാലിൻ്റെ ഫ്രണ്ടിലുണ്ട്, നമ്മളെ സുഡാനികളെ വീടെല്ലാം അടുത്ത്. അപ്പോൾ ബാക്കിയുള്ളത് അവർക്ക് കൊടുക്കും, ഞാൻ അവരും കൂടിയിട്ട് കഴിക്കലാണ്. വെച്ചാൽ ഇത് മൊത്തത്തിൽ ഞാനായിട്ട് തീർക്കാൻ കഴിയൂലല്ലോ, കുട്ടികളൊന്നുമില്ല. കുട്ടികളൊക്കെ നാട്ടിൽ പോയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ. അപ്പം ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുന്നു വിചാരിക്കുന്നു. സീ വിത്ത് നെക്സ്റ്റ്